ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കുൽഫിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. അതുമാത്രമല്ല നമുക്ക് ഇത് ഇഫ്താറിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. പിന്നെ ഇത് ഞാൻ 2 വിധത്തിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേതാ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇടുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. പിന്നെ മല്ലിയില വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു ഫോയിലിൽ ടിഷ്യൂ വിരിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതൊന്ന് നന്നായി ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഈ ഫോയിൽ തന്നെ കവർ ചെയ്തിട്ട് ഈ മല്ലിയിലയുടെ മേലെ ടിഷ്യൂ വരുന്ന വിധത്തിൽ വേണം ഇത് കവർ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും കേടാവില്ല. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച മുന്നേ വാങ്ങിച്ചു വെച്ചാട്ടോ. ഈ ലോക്ക്ഡൗണൊക്കെ തുടങ്ങുന്ന മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ചുറ്റി വെച്ചത് കൊണ്ട് തന്നെ കേടൊന്നും വന്നിട്ടില്ല. ഞാനൊരു 4 കെട്ട് മല്ലിയില ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചാട്ടോ വെച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് അത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മടക്കിയെടുത്ത് വെക്കുക. ഞാനൊരു ചോപ്പറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ജ്യൂസായി പോകണ്ട. ഇനി ചിക്കനും അതുപോലെ തന്നെ ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇലകളൊക്കെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെ ഇടുമ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെൽറ്റാവുന്ന ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 1 പീസ് ബ്രെഡ് ഇതുപോലെ അരികൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ച് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിത് എൻ്റെ കയ്യിൽ നന്നായിട്ടൊന്ന് മെഴുക്ക് പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോൾ ഇതുപോലെ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീമിനൊക്കെ വെക്കുന്ന സ്റ്റിക്സാണ്. അപ്പോൾ ഇതൊന്ന് കയ്യിൽ വെച്ച് നമുക്കൊരു കുൽഫിയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്നെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഈ സ്റ്റിക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഷേപ്പാക്കി കൊടുക്കുക. ഈ സ്റ്റിക്കിൻ്റെ മേലെ നല്ല പിടിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടപ്പോൾ ഞാൻ നല്ല ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും അതിൽ പിടിച്ചിരിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള കുൽഫിയും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കോൺഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഓരോന്ന് കുൽഫി എടുത്ത് ഇതിലേക്ക് മുക്കിയെടുത്ത ശേഷം ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ നന്നായിട്ട് ചൂടായി ഇരിക്കരുത് കേട്ടോ. നല്ല ചൂടാണ്. ഇത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകും. നമ്മുടെ ചിക്കനൊന്നും കുക്കായിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കനൊക്കെ കുക്കാവുമോ എന്നുള്ള എന്നോട് മുൻപ് ഞാനൊരു ബോളിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കാവും. നിങ്ങൾ തീ ശ്രദ്ധിച്ചാൽ മതി. അത് ഓവർ ഫ്ലെയിമായിട്ട് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുള്ളൂ, ഉള്ളിൽ കുക്കായി കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഞാനൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ എഗ് വാഷിൽ മുക്കിയ ശേഷം നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ 2 വിധത്തിലുള്ള കുൽഫിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കെച്ചപ്പോ സോസോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തത്. കണ്ടോ, അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമ്മൾ എഗ് വാഷിൽ മാത്രം മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തതാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇവിടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.